അനിത, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. സ്റ്റേ സ്റ്റേബിൾ എന്ന ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് കുറേ നാളുകളുടെ ഗ്യാപ്പിന് ശേഷമാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഇസ്രായേലിൽ വാറും പ്രശ്നങ്ങളും ഒക്കെ ആയതുകൊണ്ട് ഒരു നല്ല മാനസികാവസ്ഥയിലായിരുന്നില്ല. പിന്നെ ഇപ്പോൾ വന്നിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്, മൃഗങ്ങൾ, അതായത് പൂച്ചയാണേലും നായയാണേലും നമ്മൾ വീട്ടിൽ വളർത്തുന്ന അത് അവരുടെ സ്നേഹം നമ്മൾ മനുഷ്യരെക്കാളും ചിലപ്പോൾ നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്നത് അവർക്കായിരിക്കും. കാരണം എനിക്ക് നല്ലൊരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. ഇവിടുത്തെ പ്രശ്നങ്ങളുടെ ഇടയിൽ ഞാനിങ്ങനെ പാർക്കിലിരിക്കുമ്പം എൻ്റെ അടുക്കലൊരു പൂച്ച വരികയും തനിയെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ അത് വന്ന് എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. കാരണം നമുക്ക് മക്കൾക്കാണേലും അല്ലെങ്കിൽ ബന്ധുക്കൾക്കാണേലും ആർക്കാണേലും നമ്മളെന്തെങ്കിലും കൊടുക്കുമ്പോഴുള്ള ഒരു സ്നേഹമാണ്. പിന്നെ അവർ നമ്മളെക്കുറിച്ച് കെയർ ചെയ്യാറില്ല. ഇല്ലെങ്കിൽ ഓർക്കുമ്പം അല്ലെ ആലോചിക്കുമ്പോൾ മാത്രമായിരിക്കും വിളിക്കുന്നതോ അന്വേഷിക്കുന്നതോ. പക്ഷേ ഇവരങ്ങനല്ല. നമ്മൾ കൊടുത്ത ഒരു നേരത്തെ ആഹാരമാണെങ്കിൽ പോലും അവർക്ക് നമ്മളിൽ നിന്നും കൂടുതലൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല. പണമാണേലും സമ്പത്താണേലും ഒന്നും ആഗ്രഹിക്കാതെ തന്നെ നമ്മളെ സ്നേഹിക്കുന്ന ചില മൃഗങ്ങളുണ്ട്. എനിക്ക് ഒത്തിരിയും എൻ്റെ ലൈഫിൽ ഫീലായിട്ടുള്ള മനസ്സിന് ഒത്തിരി ഫീലായിട്ടുള്ള ഒരു കാര്യമാണ് എനിക്കുണ്ടായ എൻ്റെ അനുഭവത്തിൽ. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒത്തിരി വീഡിയോകളിൽ കണ്ടിട്ടുണ്ട്, യജമാനൻ മരിക്കുമ്പോൾ അവരുടെ ഡെഡ് ബോഡിയുടെ അടുക്കൽ പോയിരുന്ന് സങ്കടം കാണിക്കുന്ന നായ്ക്കളെ ആണേലും, ഇല്ലെങ്കിൽ അങ്ങ് വയ്യാതിരിക്കുന്ന, ഇപ്പം എൻ്റെ അമ്മ തന്നെ വയ്യാതിരിക്കുന്ന, എൻ്റെ അമ്മ സ്നേഹിച്ച ചിന്നു എന്ന് പറഞ്ഞൊരു പൂച്ചയുണ്ട്. അതിപ്പോൾ അമ്മയ്ക്ക് വയ്യാന്ന് അറിഞ്ഞിട്ടും അതിന് മനസ്സിലാകുന്നുണ്ടെന്ന് തോന്നുന്നു. അമ്മ വെളിയിലോട്ട് അമ്മയെ കൊണ്ടുവരുമ്പോൾ തന്നെ അത് ഓടിച്ചെല്ലുന്നു, ആ സ്നേഹപ്രകടനങ്ങൾ കാണിക്കുന്നു. അതൊക്കെ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നും ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു അനുഭവമാണ് അതെല്ലാം. അവർക്ക് വലിയ കാറോ അല്ലെ വീടോ അല്ലെ വലിയ വിദ്യാഭ്യാസമോ ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല. ഒരു നേരത്തെ ആഹാരം മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. ചിലപ്പോൾ കൊടുക്കാതെ ഇരിക്കും. പക്ഷേ അതൊക്കെ ഞാൻ പറയുന്നത് കൂടുതലും പേർക്ക് അതിൽ മനസ്സിലാകാനും, വീട്ടിലിപ്പം അങ്ങനെയുള്ള ജീവികളുണ്ടെങ്കിൽ പോലും പലർക്കും അത് മനസ്സിലാക്കാൻ പറ്റിയെന്ന് കരുതുന്നു. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.